ഹലോ ചങ്ങായിമാരെ. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പാണ്. എങ്ങോട്ടെന്നല്ലേ, എങ്ങോട്ടല്ല, ഊട്ടിയിൽ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഹിഡൻ അല്ല, അത്യാവശ്യം നോർമലാണ്, എങ്കിൽ പോലും ഹിഡൻ ആണെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഫ്രണ്ടാണ് വിളിച്ചത്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, എന്നാൽ പിന്നെ പോവാം. ഒന്നാമത് മഴ, പിന്നെ ഊട്ടിയിലെ തണുപ്പ്, അതിലും കൂടി ആയി സെറ്റാണ്. വേറൊരു വൈബായിരിക്കും അല്ലേ. നമ്മൾ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ചെയ്തോന്ന് വെച്ചാൽ പാക്ക് ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഒരുപാട് ദിവസമൊന്നുമില്ല, ജസ്റ്റ് വൺ ഡേ ട്രിപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഡ്യൂട്ടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം നേരെ പോവും. പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, രാത്രി അവിടെ സ്റ്റേ. ഒരു 2 മണിയോടുകൂടി നമ്മളിവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞാൽ രാത്രി അവിടെ സ്റ്റേ. പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ കറങ്ങാൻ ഇറങ്ങും. ഈവനിങ് നേരെ തിരിച്ച് റിട്ടേൺ. അതായത് ഒറ്റ ദിവസത്തെ ട്രിപ്പ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിയൊരു സാധനം ഇതാണ് കേട്ടോ. പിന്നെ ഈ മഴക്കോട്ടും. മഴക്കോട്ടിൻ്റെ പാൻറ് മാത്രം നമുക്ക് കിട്ടി, ടോപ്പ് കിട്ടിയിട്ടില്ല. ഇത് ഷൂ, അവിടെ ഷൂ അടക്കം കവർ ചെയ്യുന്നതാട്ടോ. ശരിക്കും ഞാൻ ആഗ്രഹിച്ചൊരു പാൻറ്റാണിത്. കാരണം ഷൂ അല്ലാണ്ട് നമ്മുടെ മഴയത്ത് നനയാറുണ്ടല്ലോ അല്ലേ. ഇത് ഡെക്കാത്തലോൺ അവൈലബിൾ ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു വലിയ എമൗണ്ട് ഒന്നുമില്ല, ഏകദേശം 990 രൂപ ആ റേഞ്ച് എങ്ങാനേ ഉള്ളൂ ഈ ഒരു പാൻറ്റിന് വരുന്നുള്ളൂ ഡെക്കാത്തലോണിൽ. പിന്നെ ഈ ഒരു ബോക്സ് നമ്മുടെ ഫ്രണ്ട് തന്നതാണ്. ഇത് ശരിക്കും ഇതൊരു ഫൈബർ ടൈപ്പാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈബർ ടൈപ്പാണ്, സ്റ്റീലല്ല. ഫ്രണ്ട് തന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങിയെന്നുള്ളൂ. കാരണം ട്രിപ്പൊക്കെ പോകാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണല്ലോ. മറ്റേത് നമ്മൾ മൂന്നാർ ട്രിപ്പ് പോയ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നമ്മൾ കെട്ടിയത് ഒരു ഇത് വെച്ചിട്ടാണ്, എന്ത്, ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ബാഗിൻ്റെ മുകളിൽ വെച്ച് എന്നിട്ടാണ് നമ്മൾ കയറിയത്. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, സാധനം സേഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റെഡി ആയാലോ. കൂടി കാണിക്കാൻ മറന്നു, നമ്മൾ അൺബോക്സ് ചെയ്ത നമ്മുടെ മൈക്ക് എത്രത്തോളം വോയിസ് ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണം. കാരണം സ്റ്റാർട്ടിങ് പ്രൈസിൽ വരുന്ന ഒരു മോഡലാണത്. അതായത് സ്റ്റാർട്ട് വ്ളോഗേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു എമൗണ്ടിന്, ഏകദേശം 3000 റേഞ്ച് വരുന്ന ഒരു മൈക്കാണത്. അപ്പോൾ എത്രത്തോളം വാലിഡ് ഉണ്ടാവും, എത്രത്തോളം വാല്യൂ ഉണ്ടാവും, എത്രത്തോളം വേർത്ത് ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. ഈ ഒരു യാത്ര നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലായിരിക്കും. ഞാനും ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടക്കും. വണ്ടി എടുത്തിട്ട് ഏകദേശം 2 ആഴ്ച ആവുന്നുള്ളൂ. ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ ഒരു സന്തോഷമായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്, അവിടെ തീർന്നു. അതെ ഗൈസ്, നമ്മുടെ RTX 300 ആക്സിഡൻ്റ് ആയി. ദൈവം സഹായിച്ചിട്ട് വലിയ പൊട്ടലും ചതവും ഒന്നും എനിക്ക് പറ്റിയില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചസും കൈക്ക് ചെറിയൊരു പൊട്ടും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ വണ്ടി അത് വലിയൊരു വിഷമമാണ്, വലിയൊരു സങ്കടമാണ്. വണ്ടി ഇൻഷുറൻസിന് വേണ്ടി, ക്ലെയിമിന് വേണ്ടി നമ്മളെ TVSൽ കയറ്റിയെന്ന് വേണം പറയാം. ചെറിയ ചെറിയ ഫൈബർ പാർട്സേ പൊട്ടിയിട്ടുള്ളൂ. മെയിനായിട്ട് ബെൻഡ് വന്നത് ചേസിന് മാത്രമാണ്. എന്നെ ഇടിച്ച വണ്ടിയുടെ കോലാണ് ഈ കാണുന്നത്. ഞാൻ പറയണല്ലോ, എന്തോരം വലിയ ഇടി കയറ്റി ഇടിച്ചത് തന്നെ. നമ്മുടെ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെക്കൻ്റെ കയ്യപ്പതായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് പറ്റി. നേരെ ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് എന്നെ കയറ്റി. ദൈവം സഹായിച്ചിട്ട് എൻ്റെ കൈക്ക് മാത്രമേ ഇഞ്ചുറി സ്ക്രാച്ചസ് ആണ്. നേരെ തിരിച്ച് ബസ്സിൽ പോകേണ്ട അവസ്ഥയായി. ഒരുപാട് വലിയ സങ്കടമാണ്, എന്നാലും മാറ്റാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് പറയാം. അപ്പോൾ വരുന്ന ആളുകളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയുന്നതായിരിക്കും. നല്ലപോലെ പറ്റിയിട്ടുണ്ട്, ഒന്നും പറയണ്ട, പെയിൻറ്റ് നല്ലപോലെ പോയിട്ടുണ്ട്. അതുപോലെ കണ്ണേർ എല്ലാവരും ഒന്ന് പേടിക്കേണ്ട സാധനമാണ്. എനിക്കത് നല്ലപോലെ അനുഭവത്തിൽ മനസ്സിലായി.